രാധയും രവിയും ചേർന്ന ഒരു ജോലി 4 ദിവസം കൊണ്ടും രാധ തനിയെ അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രവി തനിയെ ആ ജോലി ചെയ്താൽ അത് തീരാൻ എത്ര ദിവസം വേണം? അപ്പോൾ രാധയും രവിയും ചേർന്നൊരു ജോലി ചെയ്യാണ്. രാധയും രവിയും ചേർന്ന് ഒരു ജോലി ചെയ്യാണ്. രാധ രവി രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ജോലി ചെയ്യാണ്. രാധയും രവിയും ചേർന്ന് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് തീർക്കാൻ എത്ര ദിവസം വേണം? 4 ദിവസം വേണം. രാധയും രവിയും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ 4 ദിവസം വേണം. രാധ തനിയെ ജോലി ചെയ്യണം വിചാരിക്കുക. അതേ ജോലി രാധ തനിയെ ചെയ്യുക. രാധ തനിയെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? 12 ദിവസം വേണം. നമ്മൾ കണ്ട് രവി തനിയെ ആ ജോലി ചെയ്താൽ, രവി തനിയെയാണ് ഈ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണം എന്ന് കാണണം. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ദിവസം വേണം തന്നിട്ടുണ്ട്. ഇതിലത്തെ ഒരാൾ തനിയെ ചെയ്താൽ എത്ര ദിവസം വേണമെന്ന് അറിയാം. നമുക്ക് മറ്റേ ആൾ തനിയെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് തന്നിട്ടുള്ള 2 സംഖ്യകളും കൂടി ഗുണിക്കുക. തന്നിട്ടുള്ള 2 സംഖ്യകളും കൂടി ഗുണിക്കുക. അതായത് 4ഉം 12ഉം. 4 × 12. ഇത് അംശമായിട്ട് എഴുതിയിട്ട് ബൈ ഛേദമായിട്ട് ഇതൊക്കെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. ഛേദമായിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 12 - 4. 12 × 4 48 ബൈ 12 കുറയ്ക്കണം 4 8. 48/8 6 ദിവസം. 6 ദിവസം വേണം. എന്ത്? രവി തനിയെ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ജോലി തീർക്കാൻ 6 ദിവസം വേണം. നമുക്ക് ഇതേ കണക്ക് രാധ തനിയെ ചെയ്താൽ തന്നിട്ടുണ്ട് വിചാരിക്കുക. രവി തനിയെ തന്നാലും തന്നിട്ട് വിചാരിക്കുക. അതായത് രാധ തനിയെ എത്ര ദിവസം വേണം? രവി തനിയെ എത്ര ദിവസം വേണം? രാധയും രവിയും ചേർന്ന് എത്ര ദിവസം വേണം കണ്ടുപിടിക്കണം വിചാരിക്കുക. രാധ തനിയെ എത്ര ദിവസം വേണം തരും. രവി തനിയെ എത്ര ദിവസം വേണം തരും. എന്നിട്ട് രാധയും രവിയും ചേർന്ന് എത്ര ദിവസം എന്ന് കാണാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഇത് മാറ്റമില്ല, ഇവിടെ കൂട്ടണം എന്നിടുക. ഇവിടെ മാറ്റമില്ല, ഇവിടെ കൂട്ടണം എന്നുള്ള ചിഹ്നം ഇട്ടിട്ട് ചെയ്താൽ മതി.